ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. നമ്മൾ ഇവിടെ ചെയ്യുന്നത് വീക്ക്ലി അനാലിസിസ് ആണ്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും ഈ ആഴ്ച നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത് വിശദമായിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ട്രേഡറോ ഇൻവെസ്റ്ററോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഈ ഒരു ചാനലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഫസ്റ്റ്, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ക്ലോസ് ആയത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറിലാണ് മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ആയത്. അതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് സെബിയുടെ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഡ് ലൈന് സെബി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൊടുത്തിരുന്നു. അതൊരു ഇമ്പോർട്ടന്റ് റീസൺ ആയിരുന്നു. രണ്ടാമത്തത് US റിസഷനുള്ള ഒരു ഫിയർ ഉണ്ടായിരുന്നു. അതും ഒരു കാരണമാണ്. പിന്നെ US വന്ന ഇക്കണോമിക് ഡാറ്റകൾ കുറച്ചും കൂടി മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡാറ്റാസുകൾ വന്നിരുന്നു. ഇൻഫ്ലേഷൻ ഡാറ്റ, ജോബ്ലെസ് ക്ലെയിം ഒക്കെ വന്നിരുന്നു. പിന്നെ അതുപോലെ ജപ്പാനിൽ ബാങ്ക് ഓഫ് ജപ്പാൻ വീണ്ടും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കുകയും അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷറിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ആയത്. ഈ വീക്കിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു 2% ഹിറ്റായിട്ട് ഒരു 500 പോയിന്റ്സോളം ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഈ ആഴ്ച ക്ലോസ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നോക്കുമ്പോൾ, പ്രധാനമായിട്ടും FIAയും DIAയും മാർക്കറ്റിൽ വീണ്ടും നല്ലൊരു ഹെവി ക്വാണ്ടിറ്റി ബൈയിങ്ങിലൂടെ ഈ ആഴ്ച തിരിച്ചു വന്നിട്ടുണ്ട്. കുറച്ച് മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ FIA കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിങ്ങിലായിരുന്നു. പക്ഷെ അവർ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ FIAയും DIAയും കഴിഞ്ഞ വീക്കിൽ വാങ്ങിയത്, FIA വാങ്ങിയത് 50,199 crore, DI വാങ്ങിയ 2,444 crore സ്റ്റോക്സ് ആണ് കഴിഞ്ഞ ആഴ്ച വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അതൊരു മാർക്കറ്റിൽ ഒരു നല്ലൊരു പോസിറ്റീവ് വരാനുള്ള ഒരു കാരണമായിരുന്നു. അതുപോലെ ഗുഡ് മൺസൂൺ, അതായത് ഈ വർഷത്തെ മഴക്കാലത്തുള്ള ഒരു മൺസൂൺ നല്ല ഒരു ഗുണകരമായ രീതിയിൽ നല്ലൊരു സ്ട്രോങ് മൺസൂൺ കിട്ടിയത് കൊണ്ട് തന്നെ അതും ഒരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ US വന്ന ചില ഡാറ്റകൾ, അതിനുശേഷം വന്ന ഡാറ്റാസുകളൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസുകൾ വന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ മാർക്കറ്റ് റിക്കവറി ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു റിക്കവറി വന്നിട്ട് ഓൾ ടൈം ഹൈയിൽ ഇപ്പൊ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇതുവരെ നിഫ്റ്റിയെക്കാളും അണ്ടർ പെർഫോമൻസ് ആയിരുന്നു കുറച്ച് നാളായിട്ട് ബാങ്ക് നിഫ്റ്റി ചെയ്തുകൊണ്ട്. പക്ഷെ ഇപ്പൊ അത് നല്ലൊരു നിഫ്റ്റിയെക്കാളും ഓവർ പെർഫോമൻസ് തിരിച്ചു വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ വീക്കിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റും US മാർക്കറ്റും ഒക്കെ ഉറ്റുനോക്കുന്നത്, US ഫെഡ് റേറ്റ് കട്ട്, അതായത് അവിടുത്തെ ഫെഡ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് സെപ്റ്റംബർ മാസത്തിലുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. കാരണം കുറെ കാലമായിട്ട് അത് മാറ്റമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരുന്നു. അതിലൊരു ചേഞ്ച് ഈ പ്രാവശ്യം ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും ഒരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഈ വീക്കിലുള്ള ടെക്നിക്കൽ ആയിട്ട് മാർക്കറ്റ് എങ്ങനെയാണ്, അതുപോലെ എന്തൊക്കെ ക്യാൻഡിൽ സൈസ് ഒക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയിലെയും വീക്ക്ലി ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. വീക്ക്ലി ചാർട്ടിൽ നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് മന്ത്ലി ചാർട്ട് നോക്കാൻ വേണമെങ്കിൽ മന്ത്ലി ചാർട്ട് എന്തായാലും ഇനിയും ഒരു മാസം ഇനിയും കുറച്ച് ദിവസം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റിയിൽ മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണ്. മന്ത്ലി ക്യാൻഡിൽ ഒരു ലോങ് ആയിട്ട് ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ ആണ് മന്ത്ലി ക്യാൻഡിൽ ഇപ്പൊ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അത് ഈ മന്ത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അതിനൊരു വാലിഡിറ്റി വരാൻ പറ്റും. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ക്യാൻഡിൽ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി ഒരു ബുള്ളിഷ് ആയിട്ടാണ് മന്ത്ലി ക്യാൻഡിൽ നോക്കുന്നത്.
വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻഗൾഫിങ്, അതായത് ബുള്ളിഷ് എൻഗൾഫിങ് ക്യാൻഡിലാണ് ഈ ഒരു പാറ്റേൺ പറയുന്നത്. നിഫ്റ്റി ആണെങ്കിൽ അതിന്റെ രണ്ട് ക്യാൻഡിലിന്, അതായത് പ്രീവിയസ് 2 വീക്കിലെ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് ഈ പ്രാവശ്യം വീക്കിലി ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെ ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു കഴിഞ്ഞ 3 വീക്ക്, അതായത് 3 ആഴ്ചത്തെ ക്യാൻഡില് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു 3 വീക്കിലുള്ള ഒരു ഇവിടെ മാർക്ക് ചെയ്ത ഈ ഒരു ക്യാൻഡിൽ അടക്കം, അതായത് കഴിഞ്ഞ 3 ആഴ്ചത്തെ ക്യാൻഡിലിനെയാണ് ഈ ഒരു ആഴ്ച മാർക്കറ്റ് എൻഗൾഫ് ചെയ്തു. സോ അത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഇതാണ് ഈ ഒരു പോയിന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഹൈ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സിൽ തന്നിട്ട് മാർക്കറ്റ് വളരെ സ്ലോ ആയിട്ടായിരുന്നു കഴിഞ്ഞ 3 ആഴ്ച വരെ, കഴിഞ്ഞ 2 ആഴ്ച വരെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച നല്ലൊരു സെല്ലിങ് വന്നു. സോ അവിടെ നിന്നാണ് റിക്കവറി വരുന്നത്. സോ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് നമുക്ക് ഈ മാസം ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് തന്നെ ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും നമുക്ക് പറഞ്ഞതുപോലെ ഒരുപാട് സ്പേസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിക്ക് ഓൾ ടൈമിലെ ഹൈയിലേക്കുള്ള ഈ ഒരു റാലിക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട കാര്യം, നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് കിടക്കുകയാണ്. സോ ഇനി നിഫ്റ്റി അടുത്ത ടാർഗറ്റ് ആയിട്ട് നമുക്ക് നിഫ്റ്റിയിൽ നോക്കാൻ പറ്റുന്നത് 26,000 ആണ്. സോ ഓൾമോസ്റ്റ് ഈ ഒരു മന്ത് കഴിയുമ്പോഴേക്കും മാർക്കറ്റ് 26,000 ടച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത്. കാരണം മാർക്കറ്റ് ഇത്രയും നല്ല കഴിഞ്ഞ വീക്കിൽ സ്ട്രോങ് ഇത് തന്നിട്ട് മാർക്കറ്റ് റിക്കവറി ആയിട്ട് നല്ല ഒരു ഓൾ ടൈം ഹൈയിൽ തന്നെ ക്ലോസ് ചെയ്തു എന്നുള്ളത് ഒരു നല്ലൊരു പോസിറ്റീവാണ്. ഇനി നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു സ്വിങ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് സ്വിങ് ഹൈനെ ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റണം, ഈ ഒരു ഹൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു ഹൈ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ലാസ്റ്റ് സ്വിങ് ആയി ഇതാണ്. പക്ഷെ ഇത് മിനിഞ്ഞാന്ന് മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടനെ ഒരു റിവേഴ്സൽ ഉണ്ട്. പക്ഷെ ആ റിവേഴ്സിൽ മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും നമുക്ക് ഇനി ഇവിടുന്ന് ഒരു അപ്സൈഡിലേക്കുള്ള റാലി തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 26,000 ആണ് അടുത്ത ടാർഗറ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. സോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് നാളെ തിങ്കളാഴ്ചക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ നോക്കാനുള്ള വീഡിയോ നാളെ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.